അബ്ദുള്ളക്കുട്ടിയെ ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷനാക്കിയതിൽ അമർഷമില്ലെന്ന് കുമ്മനം രാജശേഖരൻ. തീരുമാനത്തെക്കുറിച്ച് പറയേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും കുമ്മനം പ്രതികരിച്ചു. കുമ്മനത്തിന്റെ വാക്കുകളിലേക്ക്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ലീഡർഷിപ്പ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം സാധാരണ അംഗം വരെ അത് പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിക്കും, നടപ്പിലാക്കും. എ.പി. അബ്ദുള്ളക്കുട്ടിയിലൂടെ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ എത്തിക്കാൻ ബി.ജെ.പി. ലക്ഷ്യമിടുകയാണ് എന്ന വാർത്തകളാണ് ലഭ്യമാകുന്നത്. അബ്ദുള്ളക്കുട്ടിയുടെ സ്ഥാനലബ്ധി കാണിച്ച് കോൺഗ്രസിലെ അസംതൃപ്തരെ ബി.ജെ.പിയിൽ എത്തിക്കാം എന്നാണ് കണക്കുകൂട്ടൽ. അബ്ദുള്ളക്കുട്ടിയെ മുൻനിർത്തിയാകും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഇത്തരം നീക്കങ്ങൾ നടത്തുക. ഒരു വർഷം മുൻപ് മാത്രം ബി.ജെ.പിയിലെത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റായി ചലനമുണ്ടാക്കാൻ സാധിക്കാതെ പോയ നേതാവാണ് അബ്ദുള്ളക്കുട്ടി. അങ്ങനെ ഒരാൾക്ക് ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷ കുപ്പായം നൽകിയത് വിപുലമായ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായാണ്. രമൺ സിംഗ്, വസുന്ധര രാജെ എന്നീ മുൻനിരക്കാർക്കൊപ്പം അബ്ദുള്ളക്കുട്ടിയെ പ്രതിഷ്ഠിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചാണ്. ഒരു ജനപിന്തുണയില്ലാതിരുന്നിട്ടും അബ്ദുള്ളക്കുട്ടിയുടെ വളർച്ച കാണിച്ച് ബി.ജെ.പി. നൽകുന്ന സന്ദേശം വ്യക്തം. കോൺഗ്രസ് വിട്ടാൽ വെറുതെയാവില്ല. കേന്ദ്രഭരണത്തിന്റെ തണലും പാർട്ടിയിലും അധികാരത്തിലും പദവികളും. ദേശീയ തലത്തിൽ പയറ്റുന്ന തന്ത്രത്തിന്റെ അതേ പകർപ്പ്. ജ്യോതിരാദിത്യ സിന്ധ്യ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ടിക്കറ്റ് എടുത്തു നിൽക്കുന്നു. തൃണമൂൽ വിട്ടുവന്ന മുകുൾ റോയിയെ ദേശീയ ഉപാധ്യക്ഷനാക്കുന്നു. ടോം വടക്കൻ വക്താവാകുന്നു. ഇങ്ങനെ എതിർ പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് പദവികൾ നൽകി ആ പാർട്ടിയിൽ കൂടുതൽ ചോർച്ചയുണ്ടാക്കുക. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ രാമൻ നായർക്കും ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനും സംസ്ഥാന ഉപാധ്യക്ഷ പദവി നൽകി തുടങ്ങിയ നീക്കം വിപുലപ്പെടുത്തുന്നു. തമ്മിലടിച്ചു നിൽക്കുന്ന കേരളത്തിലെ നേതാക്കൾക്ക് ഇത് പറ്റില്ലെന്ന് മനസ്സിലായതോടെയാണ് ദേശീയ നേതൃത്വം കളത്തിലിറങ്ങിയത്. അബ്ദുള്ളക്കുട്ടിയെ മുൻനിർത്തി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം തന്നെ ചുവടുമാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കും. നിയമസഭ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് കിട്ടാത്ത കോൺഗ്രസിലെ സീറ്റ് മോഹികളടക്കം ലക്ഷ്യങ്ങളാകും. തദ്ദേശ തെരഞ്ഞെടുപ്പാകും ആദ്യ പരീക്ഷണവേദി. ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൈവിട്ടു തുടങ്ങിയെന്ന ആശങ്ക കോൺഗ്രസിൽ സജീവമാണ്. ഇതിനിടെയാണ് കോൺഗ്രസിൽ ചോർച്ച ലക്ഷ്യമിട്ടുള്ള ബി.ജെ.പി. നീക്കം. കൈരളി ന്യൂസ്, ദില്ലി. ബി.ജെ.പി. ദേശീയ ഭാരവാഹികളെ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ബി.ജെ.പിയിൽ ഭിന്നതയില്ലെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. അവഗണിക്കപ്പെട്ടുവെന്ന് പറയുന്നവർക്ക് പാർട്ടി നൽകുന്ന പരിഗണന പിന്നീട് കാണാമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഇതെല്ലാം സെൻട്രൽ പാർട്ടിയുടെ വിവേചനാധികാരമാണ്. ഇപ്പോൾ ഞാനിവിടെ ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നത് എല്ലാ ജില്ലകളിലും ചോദിച്ചിട്ടല്ലോ. സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നത് ജില്ലകളുടെ അനുമതി തേടിയിട്ടല്ലോ. ഞങ്ങളുടെ രീതി അങ്ങനെയാണ്. സ്റ്റേറ്റിൻ്റെ അനുമതിയോട് ജില്ലകളുടെ അനുമതി വാങ്ങിച്ചിട്ടല്ല ഞാൻ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് അവരും. അല്ല, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. ന്യൂനപക്ഷങ്ങളെ മാത്രം ആകർഷിച്ചാൽ പോരല്ലോ. ഞങ്ങൾ എല്ലാവരെയും ആകർഷിക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള മാനങ്ങളുണ്ട്. ഓരോ ആളുകൾക്കും എന്ത് ചുമതലയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ടും കേന്ദ്ര നേതൃത്വം ആലോചിച്ചിട്ടാണ്. ഇവിടെ ആരെയും അവഗണിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ അവഗണിക്കുന്നു എന്ന് പറഞ്ഞവർ എല്ലാം അവഗണിക്കപ്പെട്ടതാണോ, അതല്ല പാർട്ടി എങ്ങനെയാണ് അവരെ പരിഗണിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കണ്ടതിന് ശേഷമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം സെൻട്രൽ പാർട്ടിയുടെ വിവേചനാധികാരം. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെയും നിലവിലെ അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ വാക്കുകളാണ് കേട്ടത്. കെ. രാജേന്ദ്രൻ കൂടി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. രാജേന്ദ്രൻ, ഇപ്പോൾ ബി.ജെ.പിയിൽ പുതിയ തന്ത്രങ്ങൾ അവർ ആവിഷ്കരിക്കുന്നു, കേന്ദ്ര നേതൃത്വം ആവിഷ്കരിക്കുന്നു എന്ന വാർത്തകളാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ പുതിയ ദേശീയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തപ്പോഴുണ്ടായ അസംതൃപ്തിയും അതും ബി.ജെ.പിയിൽ ഇപ്പോൾ പ്രകടമാകുകയും ചെയ്യുന്നുണ്ട്. ഈ കുമ്മനത്തിൻ്റെയും കെ. സുരേന്ദ്രൻ്റെയും വാക്കുകളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത് രാഷ്ട്രീയമായി? ഇതിനകത്ത് കെ. സുരേന്ദ്രനെ ബി.ജെ.പി. അധ്യക്ഷനാക്കിയതിന് ശേഷം ബി.ജെ.പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് കൂടുതൽ സങ്കീർണമായിരുന്നു. കെ. സുരേന്ദ്രനെ അധ്യക്ഷനാക്കിയപ്പോൾ കെ. സുരേന്ദ്രനേക്കാൾ എത്രയോ സീനിയറായ നേതാക്കൾ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ്, കുമ്മനം രാജശേഖരൻ, ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യമായ സ്ഥാനം ലഭിക്കണം. ഇവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എം.പിമാരാക്കും, അതുമില്ലെങ്കിൽ ദേശീയ ഭാരവാഹിത്വങ്ങൾ നൽകും. ഈ രീതിയിലുള്ള പലതും തന്നെ കേട്ടിരുന്നു. എന്നാൽ അതൊന്നും തന്നെ സംഭവിച്ചില്ല. ആകെ ഉണ്ടായിരുന്നു പി.എസ്. ശ്രീധരൻപിള്ളയെ അദ്ദേഹത്തെ ഗവർണറാക്കി. എങ്കിൽ പോലും നേരത്തെ എത്രയോ കാലമായി കേരളത്തിലെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി നേതാക്കളെ എല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ചില പുതിയ നേതാക്കൾ, അവർക്കെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി സംഘപരിവാറുമായിട്ടോ ബി.ജെ.പി. രാഷ്ട്രീയവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല, ചില സ്ഥാനമാനങ്ങൾ തേടി മാത്രം എത്തിയവർക്ക് വലിയ പദവികൾ നൽകുന്നു. ഇതിനകത്ത് ബി.ജെ.പിക്കകത്ത് ഭിന്നത അതിരൂക്ഷമാണ്. ഉദാഹരണത്തിന് എ.പി. അബ്ദുള്ളക്കുട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന പദവി എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ ഉപാധ്യക്ഷ സ്ഥാനമാണ്. ബി.ജെ.പിയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷന്മാരുടെ പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ളവർ ഒന്ന് രമൺ സിംഗ് എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിലെ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന പ്രമുഖനായ നേതാവാണ്. വസുന്ധര രാജെ സിന്ധ്യ,
വസുന്ധര രാജ സിന്ധ്യ എന്ന് പറഞ്ഞാൽ ദീർഘകാലം രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരാണ് ഈ ദേശീയ ഉപാധ്യക്ഷന്മാരായിട്ടുള്ളത്. അവരുടെ പട്ടികയിൽ വെറും ഈ അധികാരം മാത്രം ലക്ഷ്യമിട്ട് വരുന്ന അബ്ദുള്ള കുട്ടിക്ക് ഒരു സ്ഥാനം നൽകുമ്പോൾ അത് സംസ്ഥാന BJPയിൽ ഉണ്ടാക്കുന്ന ആഭ്യന്തര പ്രശ്നം പറഞ്ഞാൽ അത് വളരെ വലുതാണ്. ഒന്ന്, ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നൊരു കാര്യമുണ്ട്. അബ്ദുള്ള കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷനാക്കി കഴിഞ്ഞാൽ കേരളത്തിനകത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ BJPക്ക് വേരൂന്നാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തലാണ് അവർക്കുള്ളത്. എന്നാൽ അതൊരിക്കലും സാധ്യമല്ല എന്നാണ്. അബ്ദുള്ള കുട്ടിയിലൂടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ BJPക്ക് സാധിക്കില്ല എന്നാണ് സംസ്ഥാന തലത്തിലെ നേതാക്കൾ അവരെല്ലാം തന്നെ പറയുന്നത്. ശരിയാണ്, കോൺഗ്രസിനകത്തൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനായി അബ്ദുള്ള കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷേ കേരളത്തിൽ BJP വളർത്താൻ ഇത് സാധിക്കില്ല. മറ്റൊന്ന്, ടോം വടക്കൻ അഖിലേന്ത്യാ വക്താവാണ്. ടോം വടക്കനെ അഖിലേന്ത്യാ വക്താവാക്കിയതുകൊണ്ട് കേരളത്തിൽ BJPക്ക് എന്ത് നേട്ടമെന്ന ചോദ്യമാണ് BJP നേതാക്കൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള യഥാർത്ഥ വിഷയം ഇതിനകം തന്നെ വിഘടിച്ച് നിൽക്കുന്ന രണ്ട് ഗ്രൂപ്പുകളാണ്. ഒന്ന് മുരളീധരൻ്റെയും അതുപോലെ സുരേന്ദ്രൻ്റെയും എല്ലാം നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം, മറ്റൊന്ന് PK കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിലുള്ള വേറൊരു വിഭാഗം. ഇവർക്കിടയിൽ തന്നെ കുമ്മനത്തെ പോലുള്ള നേതാക്കൾ, കുമ്മനത്തിനെല്ലാം തന്നെ ഈ ഗ്രൂപ്പുകൾക്ക് അതീതമായൊരു സ്വീകാര്യത BJP സംഘപരിവാർ പ്രവർത്തകർക്കിടയിൽ എല്ലാം തന്നെ ഉണ്ട്. അദ്ദേഹത്തെ വളരെ അവഹേളിച്ചുകൊണ്ടാണ് ആ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ മാറ്റിയത്. അതെല്ലാം തന്നെ കേരളം കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഈ BJP ദേശീയ നേതൃത്വത്തിൻ്റെ പുതിയ തീരുമാനങ്ങൾ അത് അണികൾക്കിടയിൽ എങ്ങനെ വിശദീകരിക്കുമെന്നറിയാതെ BJP സംസ്ഥാന നേതൃത്വം അവരാകെ പകച്ചു നിൽക്കുകയാണ്. കുമ്മനത്തിൻ്റെ വാക്കുകളിലും അതുപോലെ സുരേന്ദ്രൻ്റെ വാക്കുകളിലും എല്ലാം തന്നെ ഇത് വളരെ പ്രകടമാണ്. ഈ ശോഭാ സുരേന്ദ്രനെ പോലുള്ളവർ ഇനി എന്ത് നിലപാട് കൈക്കൊള്ളും എന്നതാണ് ഇനി അറിയാനുള്ളത്. അവർ പരസ്യമായി നിലപാട് കൈക്കൊള്ളും. അവർ കുറച്ച് കാലമായി BJPയുടെ നേതൃയോഗങ്ങളിലൊന്നും തന്നെ പങ്കെടുക്കാറില്ല. ഈ രീതിയിലുള്ള തികഞ്ഞ ആശയക്കുഴപ്പമാണ് BJP സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഇപ്പോൾ കാണാനുള്ളത്. അസംതൃപ്തർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത ഉണ്ടാകുന്ന സാഹചര്യമാണോ? എങ്ങനെയാണ് അബ്ദുള്ള കുട്ടിയുടെ ഈ പുതിയ സ്ഥാനാരോഹണം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുക? ഈ തന്ത്രങ്ങൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയെ സഹായിക്കുമോ? കാരണം ഇതിനകത്ത് കുറേ കാലമായി BJP ദേശീയ നേതൃത്വം അവരുടെ ഒരു കേരള അജണ്ട, കേരളത്തിലെ തന്ത്രം എന്ന രീതിയിൽ പയറ്റുന്ന കാര്യങ്ങൾ അത് ലക്ഷ്യം കാണുന്നില്ല എന്നതാണ് BJP നേതൃത്വത്തിൻ്റെ തന്നെ വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരൊരു 8-10 സീറ്റുകളെല്ലാം പ്രതീക്ഷിച്ചാണ് തന്ത്രം പയറ്റിയിരുന്നത്. പക്ഷേ ആകെ കിട്ടിയത് ഒരേ ഒരു സീറ്റ്, നേമത്ത് ഒ രാജഗോപാലിൻ്റെ വിജയം തന്നെ കോൺഗ്രസിൻ്റെ സഹായത്തോടെയായിരുന്നു. അദ്ദേഹത്തിന് വ്യക്തിപരമായ കുറേ ബന്ധങ്ങളുണ്ട്. അതൊരു BJPയുടെ രാഷ്ട്രീയ വിജയം എന്ന രീതിയിൽ BJP നേതാക്കൾ തന്നെ കാണുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെ വളരാനായി അവർ കൊണ്ടുവന്ന ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹത്തെ മന്ത്രിയാക്കി. അതുകൊണ്ട് അന്ന് അവർ കണക്കൂട്ടിയൊരു വസ്തുത എന്തെന്നാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ പറ്റുമെന്നായിരുന്നു. സുരേഷ് ഗോപി MP ആക്കി. ഇതുകൊണ്ടൊന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ BJPക്ക് കേരളത്തിൽ ഇതേവരെ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അബ്ദുള്ള കുട്ടിയെ ഈ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാക്കിയത്. പക്ഷേ BJPയുടെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ അവരുമായി നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ അവർ പറയുന്ന കാര്യം ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ ഒരിക്കലും തന്നെ അബ്ദുള്ള കുട്ടിയെ പോലുള്ള ഒരു നേതാവിനെ കൊണ്ട് സാധിക്കില്ല. അതിന് പറയുന്ന വസ്തുത അബ്ദുള്ള കുട്ടി പലതവണ പാർട്ടി മാറിയതാണ്. വെറും അധികാരം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വന്ന ഒരു നേതാവിനെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് എങ്ങനെ BJPയെ വളർത്താൻ സാധിക്കുമെന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് അണികളെ ബോധ്യപ്പെടുത്തുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാവും. കാരണം ഈ അബ്ദുള്ള കുട്ടിയെപ്പോലൊരു നേതാവിനെ രമൺ സിംഗിനെ പോലെയും അതുപോലെ വസുന്ധര രാജ സിന്ധ്യ അവർക്കൊക്കെ നൽകി അതേ പദവി നൽകുമ്പോൾ ഇതൊരിക്കലും തന്നെ താഴെത്തട്ടിലെ BJP പ്രവർത്തകരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത്. അത് തന്നെയാണ്. AP അബ്ദുള്ള കുട്ടിക്ക് പുതിയ സ്ഥാനം നൽകി BJP പുതിയ തന്ത്രങ്ങൾ മെനയുമ്പോൾ സംസ്ഥാനത്തെ BJP നേതാക്കൾ കടുത്ത അമർഷത്തിലാണ്. K രാജേന്ദ്രനാണ് വിവരങ്ങൾ കൂട്ടിച്ചേർത്തത്.